നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെയായിരുന്നു സൂപ്പർ ക്രോസിൻ്റെ ഫിനാലെ മത്സരം നടന്നത്. ഈ ഗാലറിയിലെ ആരാധകരെയെല്ലാം ആവേശത്തിലാക്കിയ മത്സരം തന്നെയായിരുന്നു. എന്നാൽ ചെറിയ ചെറിയ പരാതികളും പരിഭവങ്ങളും ഈ മത്സരത്തിനിടയിലും ഉണ്ടായി. അതിലൊന്നായിരുന്നു ടിക്കറ്റ് എടുത്തിട്ട് പോലും ഇവിടെ പ്രവേശിക്കാൻ പറ്റാതെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി കായിക പ്രേമികൾ. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ നേതൃത്വത്തിലുള്ള മുർഷിദിനോട് ചോദിക്കാം. എന്തുപറ്റി അന്ന് അങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തിട്ടും കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്? തീർച്ചയായിട്ടും അതായത് റേസിംഗ് ഇവൻ്റ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ എത്രയും നേരത്തെ ഇവിടെ വന്ന് റേസിന് കാരണം എന്നുള്ളത്. ഇതിൽ ഏകദേശം ഒട്ടുമിക്ക ആളുകളും നേരത്തെ തന്നെ റേസ് ട്രാക്കിൽ അല്ലെങ്കിൽ ഗാലറിയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ പറ്റിയത് നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ ടിക്കറ്റ്സ് സോൾഡ് ഔട്ടാണ്. ഈ സോൾഡ് ഔട്ട് ആയ ടിക്കറ്റ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സോൾഡ് ഔട്ട് ഓൺലൈനിലായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ടിക്കറ്റ്സ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഒട്ടനവധി ആളുകൾ വന്നിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള ആളുകൾ ഈ ടിക്കറ്റ് എടുത്ത് ഓൺലൈനിൽ എടുത്ത ആളുകൾ അതേ ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ബുക്ക് മൈ ഷോയിലെ ഏജൻസികളായിട്ടുള്ള അവർ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് പലരുടെ കയ്യിലും ടിക്കറ്റ് ഇല്ല. അവർ നിന്നിട്ടാണ് കയറുന്നത്. പല ആളുകളും ടിക്കറ്റ് എടുത്തിട്ടുള്ളത് തന്നെ വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അതാണ് സ്കാനിങ്ങിന് വേണ്ടി കാണിക്കുന്നത്. ഇപ്പോൾ സ്കാൻ ചെയ്യാതാവുമ്പോൾ കാരണം അവരെ ബന്ധപ്പെട്ടുള്ള ആളുകൾ ഓൾറെഡി അകത്ത് കയറിയിട്ടുണ്ടാവും. അപ്പോൾ സ്കാൻ ചെയ്യാതാവുമ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി കുറച്ച് സമയം വീണ്ടും പോവാം. അപ്പോൾ അങ്ങനെ തിരക്ക് കൂടി ടിക്കറ്റ് ഇല്ലാത്ത ആളുകളുടെ ഒരു തിരക്കും ടിക്കറ്റുള്ള ആളുകളുടെ തിരക്കും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം, അതായത് അകത്തേക്ക് ഇത്രയും വലിയൊരു Y+ കാറ്റഗറിയിലുള്ള ഒരു VVIP വരുന്ന സമയത്തും മിനിസ്റ്റേഴ്സും ഒരുപാട് വിശിഷ്ടാതിഥികളും വരുമ്പോൾ അവർക്ക് പ്രോട്ടോക്കോളുകളിൽ ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. ആളുകൾ റോഡ് വരെ ബ്ലോക്കാക്കുന്ന രൂപത്തിലേക്ക് വന്ന സമയത്ത് പോലീസ് പല സാഹചര്യത്തിലും അവർക്ക് ഒരു ഓർഡർ ഇടേണ്ടി വന്നു ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സാഹചര്യത്തിൽ ടിക്കറ്റ് എടുത്ത ആളുകളും എടുക്കാത്ത ആളുകളൊക്കെ ഒരുമിച്ച് തള്ളി കയറുന്ന പല സാഹചര്യങ്ങളും പുറത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ചെറിയ ഒരു പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്ക് അത് പ്രയാസം ഉണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അത് അംഗീകരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനോട് ക്ഷമ ചോദിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോകളൊക്കെ ഇട്ട് തുടങ്ങി. അപ്കമിങ് റേസുകളിൽ ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ടതിൽ, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് മോട്ടോർ സ്പോർട്സ് ഇവൻ്റാണ്. അപ്പോൾ അതിൽ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ നമുക്ക് പറ്റിയത് അതൊരു ലേണിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈമിൽ അത് ഗംഭീരമാക്കാൻ വേണ്ടി നോക്കും. ഇത്രയും ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നു, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലും ഗംഭീരമായിട്ടുള്ള ഇവൻറ്റുകൾ കൊണ്ടുവരാൻ തന്നെയാണ് സംഘാടകരെന്നുള്ള രീതിയിൽ നമ്മളും ആഗ്രഹിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.